സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നു. നമ്മൾ കുറച്ചധികം കാലമായിട്ടുള്ളൊരു ഫ്രണ്ട്സാണ്. അവനിവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോലി എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ അവന് സാലറി ഉണ്ട്. പക്ഷേ ഒരു മാസാവസാനമൊക്കെ ആകുമ്പോഴേക്ക് അവൻ്റെ കയ്യിൽ പലപ്പോഴും കാശ് ഉണ്ടാവാറില്ല. കാശ് തീർന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഒരു ലോൺ എടുക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദിക്കേണ്ടൊക്കെ സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് അറിയുന്ന ഒരാളാണ്. പുള്ളിക്കാരന് ഒരു ദുശീലമുണ്ട്. ദുശീലം എന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് പുകവലി. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായി സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. അതും പുള്ളി ഉപയോഗിക്കുന്ന സിഗരറ്റ് ഏകദേശം ഒരു 18 രൂപയോ മറ്റോ റേറ്റ് വരുന്ന സിഗരറ്റാണ്. ആ ഒരു സിഗരറ്റ് തന്നെ 18 രൂപയുടെ സിഗരറ്റ് ചില കടകളിൽ 20 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു സിഗരറ്റിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും ചോദിക്കാനോട് ഓക്കെ സിഗരറ്റ് വലി എന്തോ കുറച്ചിട്ടുണ്ടോ, കുറവുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അവൻ സിഗരറ്റ് വലി അങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എണ്ണമൊക്കെ ഇടയ്ക്ക് കുറക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടൊന്നുമില്ല. അതൊക്കെ അവരുടെ കോളാണ്, അവരുടെ താല്പര്യമാണ്, നിർത്തണോ വേണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവൻ്റെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു സിഗരറ്റ് വലിയുന്നൊരു സാധനം നമ്മളെ ഫൈനാൻസിന്, അത് അവൻ്റെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അതായത് നമ്മൾ 18 രൂപയുടെ ഒരു സിഗരറ്റ് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഒരു സിഗരറ്റ് വീതം വലിക്കുന്നത്, ഒരു സിഗരറ്റ് വീതം വലിക്കുന്നത്, 18 രൂപയുടെ വലിക്കുന്നത്. അപ്പോൾ ഒരു മാസം നമ്മൾ ആ ഒരു സിഗരറ്റ് വലിക്കുന്നതിന് 18 രൂപയുടെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പൈസയായിരിക്കും വരുന്നത്? ഏകദേശം 540 രൂപയോളം വരുന്നുണ്ട്. ഒരു സിഗരറ്റ് വീതം ഒരു മാസം വലിക്കുന്ന ആൾ 540 രൂപ ഉണ്ടാകുന്നുണ്ട്, അവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ദിവസം 2 സിഗരറ്റ് വലിക്കുന്ന ഒരാളായിരുന്നെങ്കിലോ അവൻ ഒരു മാസം വരുന്ന സ്പെൻഡിങ് ചാർജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1080 രൂപയോളം വരും. അത് 18 × 2 36 ഈ പറയുന്ന 30 എന്ന് പറയുമ്പോൾ ഏകദേശം 1080 രൂപയാണ് ഒരു മാസം 2 സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലവാണ്. അതേ സമയത്ത് നമ്മൾ ഈ ഗുളിക കഴിക്കുന്ന ഒരു 3 സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അവർക്ക് ഒരു ദിവസം ചിലവാകുന്ന എമൗണ്ട്, സിഗരറ്റ് മാത്രം ചിലവാകുന്ന എമൗണ്ട് 54 രൂപയാണ്, 54 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 30 നോക്കുവാണെങ്കിൽ ഒരു മാസം ആ പുള്ളിക്കാരൻ ഈ ഒരു സിഗരറ്റിന് മാത്രം ചിലവഴിക്കുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 1620 രൂപയാണ്. ഓക്കെ, ഈ 1620 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു 1620 രൂപ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ ചെറിയൊരു സാലറിക്കൊക്കെ വർക്ക് ചെയ്യുന്നവർ അറൗണ്ട് ഒരു 20,000-നകത്തൊക്കെ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു മാസം സമ്പാദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 1620 രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വരുന്നൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസത്തെ 3 സിഗരറ്റ് വെച്ചിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര രൂപയായി? 1620 രൂപ. ഇതേ ഒരു വർഷം എത്രയാവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. അതുതന്നെയാണ് എൻ്റെ സുഹൃത്തും ചിന്തിച്ചിട്ടുള്ളത്. അവൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, സിഗരറ്റ് അല്ലേ, ഒരു 18 രൂപയുടെ സിഗരറ്റ് അല്ലേ, അത്രയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വർഷം നമ്മൾ ആ ഒരു സിഗരറ്റ് വലിക്കുന്നതിൻ്റെ 3 സിഗരറ്റ് വെച്ച് വലിക്കുന്നതിൻ്റെ ഒരു എമൗണ്ട് എത്രയാവുന്നുണ്ട് നേരം? ഏകദേശം 19,710 രൂപയോളം നമ്മൾ ഒരു വർഷം 3 സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് സ്പെൻഡ് ആകുന്നുണ്ട്. ശരിക്കും അത്ഭുതം തോന്നിയില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻ കേസ് ഓക്കെ 10 രൂപയുടെ സിഗരറ്റ് നോക്കാം നമുക്ക്. 10 രൂപയുടെ സിഗരറ്റ് 10 രൂപയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സിഗരറ്റ് വെച്ച് ഒരു മാസം 300 രൂപ, 2 സിഗരറ്റ് വെച്ച് 600 രൂപ, 3 സിഗരറ്റ് വെച്ച് 900 രൂപ. അപ്പോൾ ഒരു വർഷം എത്രയാവുന്നുണ്ട്? ഏകദേശം 10,800 രൂപയോളം സിഗരറ്റിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കില്ല, ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. ഓക്കെ, ഒരു സിഗരറ്റ് അല്ലേ, 2 സിഗരറ്റ് അല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. നമ്മളത് ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു 1620 പറഞ്ഞല്ലോ, 18 രൂപയുടെ സിഗരറ്റ് വെച്ചിട്ട് ആ പുള്ളി സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 100 രൂപയുടെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ 16 ദിവസം ഭക്ഷണം കഴിക്കാനുള്ള 100 രൂപയാണ് ഭക്ഷണത്തിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുമെങ്കിൽ 16 ദിവസം ഭക്ഷണം കഴിക്കാനുള്ള കോസ്റ്റാണ് നമ്മളവിടെ ഈ സിഗരറ്റിന് സ്പെൻഡ് ചെയ്യുന്നതിലൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ 3 സിഗരറ്റിൻ്റെ കേസിൽ അതിൽ കൂടുതൽ വലിക്കുന്ന ആളുകളുണ്ടാവും.
അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ വലിക്കുന്ന ആളുണ്ടെങ്കിൽ അത് നിങ്ങളെന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നീ സിഗരറ്റ് വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ ഈ പറയുന്ന കാശ് മാറ്റി വെച്ച് കാശുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ കാശില്ല. സിഗരറ്റ് വലിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് ഒരു ഹിഡൻ സീക്രട്ടായിട്ട് ഞങ്ങൾ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇത്തരം പുകവലിയൊക്കെ ഉള്ള ആൾക്കൊന്ന് അയച്ചു കൊടുക്കാം. എൻ്റെ അവിടെ ഒന്ന് ചിന്തിക്കാൻ പറയാം. വലിയ കാശ് ഉണ്ടാക്കാനും കാശ് മാറ്റി വെക്കാനൊന്നും അല്ല, പക്ഷെ അതെങ്ങനെ ആ ഒരു സിഗരറ്റ് പറഞ്ഞ സാധനം നമ്മളെ ഫൈനാൻഷ്യലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പാവും. നമുക്ക് ഈ പുകവലി വലിക്കുന്നതിലൂടെ ഹെൽത്ത് പരമായിട്ട് എന്തൊക്കെ മാറ്റം വരുന്നുള്ളത് അറിയണമെങ്കിൽ ഒരു സിനിമ കാണാൻ പോയത് തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ മതി അല്ലേ? ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ആരും പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ആവശ്യമുള്ള ആൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും, കൂടുതൽ ആളുകൾക്കൊരു അവയർനെസ് പോലെ ആവും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ സേതുലാൽ. ബൈ.